എല്ലാം വീണ്ടും ഇളകി മറിയുകയാണെന്ന് തോന്നുന്നു. കൈപ്പത്തിയുടെ കനമുള്ള ഒരു കരിമേഘത്തുണ്ട് പോലും ഇല്ലാത്ത നീലഗഗനത്തിൽ വീണ്ടും കാറും കോളും വീശുന്നത് പോലെ റോമിലും വത്തിക്കാനിലും എല്ലാം ഇളകി മറിയുകയാണോ? ആരോഗ്യത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും നറുതിരിനാളം വീശിയതിന് ശേഷം വീണ്ടും മാർപ്പാപ്പയുടെ പ്രാണൻ കരിന്തിരി കത്തുകയാണോ? റോമിൽ കാര്യങ്ങൾ വഷളായപ്പോൾ അവർ തന്നെ വിളിക്കുന്ന പേര്, അതായത് ഈ സാഹചര്യത്തെ ഇറ്റാലിയൻസ് വിളിക്കുന്ന പേര് മുന്താനി റൂസെ എന്നാണ്. ഈ ഇറ്റാലിയൻ വാക്കിൻ്റെ അർത്ഥം റോളോ കോസ്റ്റർ എന്നാണ്. റോളോ കോസ്റ്റർ നമുക്കറിയാം, അഡ്വഞ്ചർ പാർക്കിലും മറ്റും നമ്മുടെ തല കറക്കി ഛർദി വരും വിധം ശരീരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒന്നാണ് റോളോ കോസ്റ്റർ. ഏതാണ്ട് അതുപോലെ സാഹചര്യങ്ങൾ ഇളകി മറിയുകയാണ്. സഭയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു റോളോ കോസ്റ്ററാണ്, മുന്താനി റൂസയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 4ാമത്തേതും ഏറ്റവും ദീർഘവുമായ ആശുപത്രിവാസത്തിൻ്റെ ഒടുവിൽ ഈ 28-ാം തീയതി ചിലതൊക്കെ സംഭവിച്ചു. ദി ഹോളി ഫാദർ ഇൻഹെയിൽഡ് സം ഓഫ് ദി വൊമിറ്റ് ലീഡിങ് ടു ദി വേഴ്സണിങ് ഓഫ് ദി സിറ്റുവേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറത്തു വന്ന ഛർദിയുടെ ചില ഭാഗങ്ങൾ ശ്വസിക്കാനിട വന്നു. വളരെ കാഷ്വലായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ അത് പെട്ടെന്ന് സാഹചര്യത്തെ വളരെ മോശമാക്കി. അദ്ദേഹത്തിന് ഐസോലേറ്റഡ് ബ്രോങ്കോസ്പാസം അനുഭവപ്പെട്ടു. നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആരംഭിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കും ശ്വസന ഫിസിയോതെറാപ്പിക്കും ശേഷം പരിശുദ്ധ പിതാവിന് ബ്രോങ്കോസ്പാസത്തിൻ്റെ പ്രതിസന്ധി നേരിടേണ്ടി വന്നുവെന്നാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാധ്യമ വിഭാഗം പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. ശ്വാസതടസ്സത്തോട് കൂടിയ ഛർദി ഉണ്ടായതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് വഷളാവാൻ കാരണമായത്. ഉടൻ തന്നെ പരിശുദ്ധ പിതാവിന് ബ്രോങ്കോ ആസ്പിരേഷൻ നടത്തുകയും നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആരംഭിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ചികിത്സയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധവാനാണെന്നും ചികിത്സകളോട് സഹകരിക്കുന്നുണ്ട് എന്നുമാണ് വത്തിക്കാൻ അറിയിക്കുന്നത്. പിതാവ് ഇപ്പോഴും അലേർട്ടാണ്, എങ്കിലും ഒരു വിധത്തിലും നമുക്ക് ആശ്വസിക്കാൻ വകയായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ അറിയുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പെസഹ ബുധനാഴ്ച പരിശുദ്ധ ലത്തീൻ സഭയുടെ ക്രമപ്രകാരമുള്ള നോമ്പ് ആരംഭിക്കുന്ന ആഷ് വെനസ്ഡേയിൽ ശുശ്രൂഷകൾ പരികർമ്മം ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടാവുകയില്ല. പകരം കർദിനാൾ ആഞ്ചലോ ഡൊനാറ്റിസ് ആയിരിക്കും അത് നിർവഹിക്കുന്നത്. അദ്ദേഹം മേജർ പെനിറ്റൻഷ്യറി ഓഫ് ദി അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി ആണ്. പാപങ്ങളുടെ മോചനം ഉൾപ്പെടെയുള്ള കരുണയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപ്പസ്തോലിക് ട്രിബ്യൂണലാണ് അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി. അതിൻ്റെ ഇൻചാർജ് മിക്കവാറും ഒരു ടിറ്റുലർ ആർച്ച് ബിഷപ്പ് ആയിരിക്കും. അദ്ദേഹം മിക്കവാറും ഒരു കർദിനാളുമായിരിക്കും. ഇപ്പോൾ അത് കർദിനാൾ ആഞ്ചലോ ഡൊനാറ്റിസ് ആണ്. ആഷ് വെനസ്ഡേ എന്നാൽ പാപമോചനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദിവസം കൂടിയാണല്ലോ. അന്നത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് കർദിനാൾ ഡൊനാറ്റിസ് ആണ്. മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതാണ്. ഈ അപ്ഡേറ്റുകൾ നമ്മെ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഒരുക്കട്ടെ.